അതായത് എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആ, അതായത് ആൾ എയുടെ സുഹൃത്തുക്കളോട് സുഹൃത്തായിരിക്കാം, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. ജൂലൈ 1957 അപ്പൊ ആരാണ് ആദ്യത്തെ സൈക്കാട്രിസ്റ്റുകളെ കുറിച്ചാണ് ജൂലൈ 1957 ഈ ലേഖനം എഴുതുന്നത്. ഇറ്റ് വാസ് ഇയർ എഗോ ആൻഡ് വി ആർ മേക്കിംഗ് അവർ ഫസ്റ്റ് കോൺടാക്ട് വിത്ത് mental hospitals. One of them was a New Jersey institution which had paroled two alcoholics who had found AA and had stayed sober for 6 months. Both of them had been classed as hopeless. Despite AA's unusual methods, the hospital's psychiatrists were not a little impressed. അപ്പൊ സൈക്കാട്രിസ്റ്റുകൾ ആരാണ്? ആദ്യത്തെ കൂട്ടുകാരെന്ന് പറയണം ബിൽ ഡബ്ല്യു. സൈക്കാട്രിസ്റ്റ് ജൂലൈ 1957. അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഞങ്ങൾ മാനസിക ആശുപത്രികളുമായി ഞങ്ങളുടെ ആദ്യ സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരുന്നു. അവയിലൊന്ന് ന്യൂ ജേഴ്സിയിലെ ഒരു സ്ഥാപനമായിരുന്നു. അത് എ കണ്ടെത്തിയ രണ്ട് മദ്യാസക്തരെ പരോളിലേക്ക് വിട്ടു. 6 മാസത്തോളം ശാന്തമായി അവർ തുടർന്നു. രണ്ടുപേരും പ്രതീക്ഷയില്ലാത്തവരായിരുന്നു. എയുടെ അസാധാരണമായ രീതികൾ ഉണ്ടായിരുന്നിട്ടും ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർക്ക് നമ്മളെക്കുറിച്ച് അല്പം പോലും മതിപ്പ് തോന്നിയില്ല. Forthwith, the eager A group nearby began to bombard the hospital for visiting privilege. They wanted to bring the good news to every alky in the place. To no delay allowed. The doctors weren't so sure that this was the right idea. They were still rather cautious, as they had plenty of reasons to be. Well, said the AA committee, why don't you doctors come to a meeting? Two of the psychiatrists allowed this would be fine. They said they would go to New York AA group the following week. ഉടൻ തന്നെ നമ്മളോട് താല്പര്യമില്ലാത്ത അവരോട് ഉടൻ തന്നെ സമീപത്തുള്ള ആകാംക്ഷാഭരിതരായ എ ഗ്രൂപ്പ് സന്ദർശനാവകാശങ്ങൾക്കായി ആശുപത്രിക്ക് നേരെ തിരിഞ്ഞു. അല്ലെങ്കിൽ സ്ഥലത്തെ എല്ലാ മദ്യാസക്തർക്കും ഈ സുവാർത്ത എത്തിക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ട് ആശുപത്രിയിൽ തങ്ങളെ പ്രവേശിപ്പിക്കണം, എക്കാരെ പ്രവേശിക്കണമെന്ന് അവർ സന്ദർശനാവകാശം അല്ലെങ്കിൽ സന്ദർശന അനുമതിക്കായി അവിടെ പോയി സുവാർത്ത എത്തിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. ഒരു കാലതാമസം നമ്മൾക്ക് പറ്റില്ല, ഇത് ശരിയായ ആശയമാണെന്ന് ഡോക്ടർമാർക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. അതിന് ധാരാളം കാരണങ്ങളുള്ളതിനാൽ അവർ എപ്പോഴും ജാഗരൂകരായിരുന്നു. അപ്പോൾ നമ്മുടെ എയിലെ ആളുകൾ പറഞ്ഞു, ശരി. എ കമ്മിറ്റി അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന് ഡോക്ടർമാരൊക്കെ വന്നാൽ എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത്? രണ്ട് സൈക്കാട്രിസ്റ്റുകൾ ഞങ്ങളുടെ അടുത്ത ആഴ്ചത്തെ ന്യൂയോർക്കിലെ എ ഗ്രൂപ്പിലേക്ക് വരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അടുത്ത ആഴ്ച വരാം. ഇൻ ദ പീരിയഡ് ഐ തിങ്ക് വി ന്യൂയോർക്കേഴ്സ് gathered in a parlor at Steinway Hall. They much delight we had heard about the proposed pilgrimage of the Jersey doctors. Meeting night finally rolled around, but in the interval my memory had slipped a cog. I forgot all about the psychiatrist. Right after our meeting opened, the becoming AA commitment from Jersey entered the hall and slid into a back row, but even this reminder failed to jog my memory. I certainly had no reason to think that one of my life's worst embarrassment and one of its best lessons was just around the corner. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ന്യൂയോർക്കുകാർ സ്റ്റെയിൻവേ ഹാളിൽ അവിടുത്തെ ഒരു ഹാളിൽ ഒരു പാർലറിൽ ആണ് ഒത്തുകൂടിയെന്ന് ഞാൻ കരുതുകയാണ്. ന്യൂജേഴ്സി ഡോക്ടർമാരുടെ നിർദ്ദിഷ്ട വരവിനെ കുറിച്ച് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കേട്ടു. മീറ്റിംഗ് രാത്രി ഒടുവിൽ വളരെ ഇരുള് പിടിച്ച രാത്രിയായിരുന്നു. പക്ഷേ ഇടവേളകളിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ആ ഒരു മനോരോഗ വിദഗ്ധരെ ഞാൻ മറന്നുപോയി. ഞങ്ങളുടെ മീറ്റിംഗ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ജേഴ്സിയിൽ നിന്നുള്ള സംഘം ഹാളിലേക്ക് പ്രവേശിച്ച് പിന്നിലെ നിരയിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഈ ഓർമ്മപ്പെടുത്തൽ പോലും എൻ്റെ ഓർമ്മയെ ഉണർത്തുന്നതിൽ പരാജയപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ നാണക്കേടുകളിലൊന്ന്, അതിന് ഏറ്റവും മികച്ച പാഠങ്ങളിലൊന്ന് അടുത്ത് തന്നെയാണെന്ന് ചിന്തിക്കാൻ എനിക്ക് തീർച്ചയായും കാരണമില്ല. In the meeting, first speaker told a fine story, both grim and inspiring. You to have heard a pin drop. It was simply great. യോഗത്തിൽ തന്നെ ആദ്യത്തെ സ്പീക്കർ ഒരു നല്ല കഥയാണ് പറഞ്ഞത്. ഭയങ്കരവും പ്രചോദനാത്മകവുമായി. ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു, അതെല്ലാവർക്കും കേൾക്കാമായിരുന്നു. ഇത് വളരെ മികച്ചതായിരുന്നു. Then up got Jack. He told how he had been rising figure in the motion pictures industry and had once earned the modest stipend of $50,000 a year. Considering his vaunted abilities, Jack figured this to be only a starter. Then Damon Rum began to cut him down. He was worried as studio produced psychiatrist.
Gradually, Jack took some treatments. The results were nil and more psychiatrists were tried. But Jack's ego, his resentments, and his drinking all remained a school cell as before. He worked himself down and finally out of motions, which is not all a surprising development. But here he was in a sober 4 months. പിന്നെ ജാക്കാണ് എഴുന്നേറ്റ് നിന്നത്. ചലച്ചിത്ര വ്യവസായത്തിൽ താൻ വളർന്നു വരുന്ന വ്യക്തിയായിരുന്നുവെന്നും ഒരിക്കൽ പ്രതിവർഷം $50,000 എന്ന മിതമായ സ്റ്റൈപ്പൻഡ് അദ്ദേഹം നേടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ അഭിമാനകരമായ കഴിവുകൾ കണക്കിലെടുത്ത് ഇതൊരു തുടക്കക്കാരൻ മാത്രമാണെന്ന് ജാക്ക് കണക്കാക്കിയിരുന്നു. പിന്നെ അവനെ റം അല്ലെങ്കിൽ മദ്യം അവനെ വെട്ടി വീഴ്ത്താൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആശങ്കാകുലമായ സ്റ്റുഡിയോയിൽ നിന്ന് എപ്പോഴും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോയി. നിരാശയോടെ ജാക്ക് ചില ചികിത്സകൾ സ്വീകരിച്ചു. ഫലങ്ങൾ ഒന്നും കണ്ടില്ല. കൂടുതൽ മനഃശാസ്ത്രജ്ഞരെ അയാൾ പരീക്ഷിച്ചു നോക്കി. എന്നാൽ ജാക്കിന്റെ ഈഗോയും നീരസവും മദ്യപാനവും എല്ലാം പഴയതുപോലെ തന്നെ നിലനിന്നു. അദ്ദേഹം സ്വയം അധ്വാനിച്ചു. ഒടുവിൽ ചലനചിത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവ വികാസം ഉണ്ടായില്ല. എന്നാൽ ഇവിടെ അദ്ദേഹം മാസങ്ങളോളം എയിൽ ശാന്തനായി എയിലിരിക്കുന്നു. However, it soon became apparent that psychiatrists were still among Jack's pet grudges. He actually blamed them for his downfall. Well knowing that two of them were in the room, he saw the chance of a lifetime. Now he could dish it and they would have to sit there and take it. അതിനാൽ ജാക്ക് സൈക്കാട്രിയെ കുറിച്ചും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ജോലിയെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. ഒരു സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം ഒരു വലിയ പാക്ക് ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിന് കൃത്യമായ യോജിച്ച ഒരു വിചിത്രമായ നർമ്മത്തിന് അദ്ദേഹം മികച്ച കഴിവുണ്ടായിരുന്നു. അവൻ തന്റെ പല മനഃശാസ്ത്രജ്ഞന്മാരെയും ഓരോന്നായി കീറി മുറിച്ചു. ഓരോ സൈക്കാട്രിസ്റ്റിനെ കുറിച്ചും അവൻ കണ്ട ഓരോ മനഃശാസ്ത്രജ്ഞരെ കുറിച്ചും അവിടെ വിവരിച്ചു. തുടർന്ന് അദ്ദേഹം മുഴുവൻ തൊഴിലിനെയും അവരുടെ സിദ്ധാന്തങ്ങളെയും തത്വചിന്തകളെയും കടന്നാക്രമിച്ചു. അവനവരെ മത്സ്യപ്പുഴു കുഴിക്കുന്നവർ എന്ന് വിളിച്ചു. അപ്പോഴെല്ലാം അവൻ തമാശക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരം അസംബന്ധമായിരുന്നുവെങ്കിലും അതൊരു യഥാർത്ഥ പ്രകടനമായിരുന്നു. പ്രേക്ഷകർ ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും ഇത്രയും നേരം ചിരിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതി. ഒടുവിൽ വലിയ കരഘോഷങ്ങൾക്കിടയിൽ ജാക്ക് ആ റൂമിൽ ഇരുന്നു. So Jack proceeded to do a job as psychiatry and all its work. As a speaker, he packed a huge wallop, and he had great talent for cynical humor that never suited his purpose exactly. He tore his several psychiatrists apart one by one. അവൻ കണ്ടുമുട്ടി ഓരോ മനഃശാസ്ത്രജ്ഞന്മാരെ കീറി മുറിക്കാൻ തുടങ്ങി. then he attacked the entire profession. പിന്നീട് അവൻ ആ ജോലിയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. their theories and their philosophies, അവരുടെ ശാസ്ത്രത്തെയും തത്വശാസ്ത്രത്തെയും. he called them fish worm diggers എന്ന് വിളിക്കാൻ തുടങ്ങി. ഓൾ ദ മീൻ പുഴുവിനെ പിടിക്കുന്നത് പോലെ എന്ന് പറയാൻ തുടങ്ങി. ഏതായാലും it was nevertheless and the piece of showmanship. The audience was concluded and I thought I had never laughed so long as much. Jack finally sat down and murmured big applause. കയ്യടികളോടെ അവൻ അവിടെ ഇരുന്നു. Following the meeting, the Jersey AA contingent pushed towards the platform. They looked both sick and sore, and they definitely were. Mumbling weakly, their spokesman introduced our honored guests, the two psychiatrists. മീറ്റിങ്ങിനെ തുടർന്ന് ജേഴ്സി AA സംഘം പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങി. അവർ രോഗികളും വൃന്ദിതരുമായി കാണപ്പെട്ടു. അവർ തീർച്ചയായും ഉണ്ടായിരുന്നു. ദുർബലമായി പിറുപിറുത്ത അവരുടെ വക്താവ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അതിഥികളെ പരിചയപ്പെടുത്തി. 2 സൈക്കാട്രിസ്റ്റുകളാണ് അവർ എന്ന്. I felt an awful sinking sensation in the region of my solar plexus. Just then Jack, obviously much pleased with himself, walked up and genuinely slapped one of our guests on the back. Well, doctor, said he, how could you like them a plus? I just handed you. This was the limit. I could have that of mortification. അപ്പോൾ തന്നെ ജാക്ക് തന്നെ എഴുന്നേറ്റ് സന്തുഷ്ടനായി എഴുന്നേറ്റു. ഞങ്ങളുടെ അതിഥികളിൽ ഒരാളുടെ പുറകിൽ മാന്യമായി തട്ടിക്കൊണ്ട് ചോദിച്ചു. ശരി ഡോക്ടർ, അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ എങ്ങനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു? ഞങ്ങളുടെ കഥ നിങ്ങൾക്ക് കൈമാറി. ഇതായിരുന്നു പരിധി. ഞാനൊരു പക്ഷേ ദേഹാസ്വസ്ഥ മൂലം മരിച്ചു പോകാമായിരുന്നു. എന്നാൽ 2 സൈക്കാട്രിസ്റ്റുകൾ അവന്റെ ആ കാര്യങ്ങൾ കണ്ട് പുഞ്ചിരിച്ചു. അതൊരു അത്ഭുതകരമായ സഹായകരമായ മീറ്റിംഗ് ആയിരുന്നുവെന്ന് അവർ തർപ്പിച്ചു പറഞ്ഞു. എല്ലാറ്റിനും ഉപരി അവർ പ്രഖ്യാപിച്ചു അവരുടെ തൊഴിലിന് ഇടയ്ക്കിടെ അല്പം ഞെരുങ്ങി നിൽക്കാൻ കഴിയണം. അവർക്ക് ജാക്കിന്റെ സംസാരം നല്ല രസകരവും വളരെ പ്രബോധനപരവുമായിരുന്നു. But the truth psychiatrist seemingly rolled with this punch.
They insisted that it had been a wonderfully helpful meeting. After all, they declared, the profession ought to be able to stand a little ribbing now and then. To them, Jack's talks had been good, clean, fun, and very instructive. This was an amazing demonstration of friendship and understanding under trying conditions. This malignant gentleman had turned the other cheek. They had met Jack's trial and courtesy, kindness, good humor, and even gratitude. It was a lesson in patience, tolerance, and Christian charity that I hope I shall never forget. ഇത് സൗഹൃദത്തിന്റെയും ധാരണയുടെയും അത്ഭുതകരമായ പ്രകടനമായിരുന്നു. ശ്രമകരമായ സാഹചര്യങ്ങളിൽ ഈ ദുഷിച്ച മാന്യന്മാർ കവിൾ തിരിച്ചില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ സൈക്കാട്രിസ്റ്റുകൾ നമ്മളിൽ നിന്ന് കവിൾ തിരിച്ചു, അല്ലെങ്കിൽ മുഖം തിരിച്ചില്ല. മര്യാദയോടെയും ദയോടെയും നല്ല ധർമ്മത്തോടെയും നന്ദിയോടും കൂടി അവർ ജാക്കിന്റെ ക്രൂരമായ വാക്കുകളെ നേരിട്ടു. ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും ക്രിസ്ത്യൻ ചാരിറ്റിയുടെയും ഒരു പാഠമായിരുന്നു അത്. ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവർ മോശമായി നമ്മുടെ അടുത്ത് പെരുമാറിയില്ല. As quickly as possible, I angled the two doctors into a corner and began my apologies. In fact, I ate crow. Then one of them looked at me and said, "Think nothing of it, Bill. As you surely see, some alcohol is more maladjusted than others. We understand that perfectly." കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ രണ്ട് ഡോക്ടർമാരെയും ഒരു മൂലയിലേക്ക് മാറ്റി എന്റെ ക്ഷമാപണം ആരംഭിച്ചു. സത്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരിൽ ഒരാൾ എന്നെ നോക്കി പറഞ്ഞു, "നീ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ബിൽ. നിങ്ങൾ തീർച്ചയായും കാണുന്ന പോലെ ചില മദ്യാസക്തർ മറ്റുള്ളവരെക്കാൾ മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റഡ് ആണ്. ഞങ്ങൾ അത് നന്നായി മനസ്സിലാക്കുന്നു." Within a month, this very unprofessional doctors opened his hospital to AA visitors, and a group began to form within the walls. Ever since that time, the psychiatrist profession has continued to hold up AA's hands. And I venture to say that it is often their understanding and tolerance rather than ours, which has brought about this happy state of affairs. ഒരു മാസത്തിനുള്ളിൽ ഈ അസാധാരണ ഡോക്ടർമാർ തന്റെ ആശുപത്രി ആൽക്കോളിസം അനോണിമസിന്റെ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയും ആ മതിലുകൾക്കുള്ളിൽ ഒരു മീറ്റിംഗ് രൂപപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. അന്നു മുതൽ മാനസിക രോഗത്തൊഴിൽ എയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരുന്നു. ഈ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നയിച്ചത് നമ്മളുടേതല്ല, പലപ്പോഴും അവരുടെ ധാരണയും സഹിഷ്ണുതയും ആണെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. Two more example. In 1949, the American Psychiatrists Association asked me to read a paper of AA before their annual meeting. Going further, the psychiatrists published that paper in their official journal and permitted AA to preprint my material in pamphlet for public consumption. This one generous act has since brought our fellowship untold benefit. Only recently, a survey was made in Los Angeles to determine how the psychiatrists in that city and county felt about AA. I am told that they feel fine. 99% of them are for us. രണ്ട് ഉദാഹരണങ്ങൾ കൂടി. 1949 അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അവരുടെ വാർഷിക യോഗത്തിന് മുമ്പായി എയെ കുറിച്ചുള്ള ഒരു പേപ്പർ വായിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ സൈക്കാട്രിസ്റ്റുകൾ ആ പ്രബന്ധം അവരുടെ ഔദ്യോഗിക ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പൊതു ഉപയോഗത്തിനായി ലഘുലേഖ രൂപത്തിൽ എന്റെ മെറ്റീരിയൽ പുനഃപ്രസിദ്ധീകരിക്കാൻ എയെ അനുവദിക്കുകയും ചെയ്തു. ഈ ഉദാരമായ പ്രവൃത്തി പിന്നീട് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത നേട്ടം കൈവരിച്ചു. ലോസ് ആഞ്ചലസിൽ ആ നഗരത്തിലെയും കൗണ്ടിയിലെയും സൈക്കാട്രിസ്റ്റുകൾക്ക് എയെ കുറിച്ച് എങ്ങനെ തോന്നി എന്ന് നിർണ്ണയിക്കാൻ അടുത്തിടെ ഒരു സർവേ നടത്തി. അവർ സുഖമായിരിക്കുന്നു എന്നോട് പറഞ്ഞു. അതിൽ 99% നമുക്ക് വേണ്ടിയാണ്. Of course, this little story has its exaggeration. Great numbers of AAs are today very friendly to psychiatry, and no doubt equally great numbers of psychiatrists who know nothing about us or who has seen only AA failures are still against us. But this is beside the point. The point that I am trying to make is that we AA should try to be informally friendly under all conditions. Now, what become of my old friend Jack? Well, Jack just couldn't make it, though he tried hard. He died 3 years ago of alcoholism. Perhaps real friendliness was sometimes which Jack never came to understand. തീർച്ചയായും ഈ ചെറിയ കഥയ്ക്ക് അതിന്റെ അതിശയോക്തി ഉണ്ട്. വലിയൊരു വിഭാഗം ഏകൾ ഇന്ന് മനോരോഗ ചികിത്സയോട് വളരെ സൗഹാർദ്ദപരമാണ്. അവർക്ക് സംശയങ്ങളില്ല. നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഏയ പരാജയങ്ങൾ മാത്രം കണ്ടിരുന്ന വലിയൊരു സൈക്കാട്രിസ്റ്റുകൾ ഇപ്പോഴും എയ്ക്ക് തന്നെ അല്ലെങ്കിൽ നമ്മൾക്കെതിരാണ്. എന്നാൽ
ഇത് കാര്യങ്ങൾക്ക് അപ്പുറത്താണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഞങ്ങൾ എകൾ എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ സൗഹൃദം പുലർത്താൻ ശ്രമിക്കണം എന്നതാണ്. ഇപ്പോൾ എന്റെ പഴയ സുഹൃത്ത് ജാക്കിന് എന്താണ് സംഭവിച്ചത്? നന്നായി കഠിനമായി ശ്രമിച്ചിട്ടും ജാക്കിന് സ്വാഭാവികാവസ്ഥ നേടാനായില്ല. 3 വർഷം മുമ്പ് മദ്യപാനത്തെ തുടർന്ന് മരിച്ചു. ഒരുപക്ഷേ യഥാർത്ഥ സൗഹൃദം ജാക്കിന് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ ഒന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് perhaps real friendship friendliness was something which Jack never came to understand എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. സൈക്കാട്രിസ്റ്റുകളെ കുറിച്ചുള്ള ലേഖനാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാരോട് പുറമേ നിന്ന് നമ്മൾ സഹായിക്കുന്നവരായിട്ടുള്ള പുരോഹിതര്, മനഃശാസ്ത്രജ്ഞന്മാര്, അല്ലെങ്കിൽ ഡോക്ടർമാര്, ജഡ്ജിമാര്, അവരോടെല്ലാം സൗഹൃദപരമായി പെരുമാറണമെന്നുള്ള തെളിയിക്കുന്നതാണ് ഈ ലേഖനം.